അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൂട്ടത്തോടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ഏക സോൾജറായി ഞങ്ങളുടെ അപ്പുവേട്ടൻ ഹൗസ് വാമിങ്ങിന് വന്നിട്ട് സൊറവർണിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോഴാണ് നമ്മളുടെ ജൂനിയർ സോൾജർ വന്നിട്ട് ഒരുമാതിരി പാകിസ്ഥാൻകാരോട് പെരുമാറുന്ന പോലെ ഞങ്ങളോട് പെരുമാറിയത്. ഒരു തോക്കിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നേരെ പോയത് അന്നദാനത്തിന് പഠിക്കാണ്. ചിക്കൻ ബിരിയാണി പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് കിട്ടിയത് നല്ല അസല് സദ്യയാണെന്ന് കേട്ടത് മനനൊന്നിട്ട് വിദൂരതയോട്ട് നോക്കി നിൽക്കണം നമ്മുടെ തേജ്. പ്രോട്ടീന് കയറ്റണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ വന്നാണ് നമ്മുടെ അച്ഛൻ. അടുത്ത മിസ്റ്റർ കേരളയാവൻ ഈ നാട്ടുകാരെന്നെ സമ്മതിക്കില്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി എന്ന ലക്ഷ്യവുമായിട്ട് ഓഫീസും വേണ്ട ഒരു കുന്തവും വേണ്ട പറഞ്ഞിട്ട് കൊച്ചിന്ന് വണ്ടി കയറി വന്നവരാണ് ഇവർ രണ്ടുപേരും. ബിരിയാണി കിട്ടാത്ത വിഷമത്തിൽ ട്രംപിനൊക്കെ തെളിവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേർ. വന്ന് വണ്ടിക്കൂലികൾ ലാഭിക്കാന്ന് പറഞ്ഞിട്ട് വളരെയധികം ദുഃഖത്തിൽ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഏട്ടന്റെ വീട്ടിൽ പശുക്കളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോൾജർ അപ്പോട്ടം പറഞ്ഞത് സദ്യ കഴിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്, വാ നിനക്ക് ഞാൻ മന്തി വാങ്ങിച്ചു തരാന്ന്. മന്തി എന്ന് കേട്ടത് സദ്യയിൽ പണങ്ങി പോയ പിള്ളേരൊക്കെ ഉയരും വിട്ടിട്ട് ഏതി കൂടിക്ക് ഓടി വന്നത് എനിക്കിപ്പോഴും ഒരു പിടുത്തു. പിന്നൊന്നും നോക്കിയില്ല, രണ്ട് ഫുള്ള് അൽഫാം മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് രണ്ട് വലിയ വാഴയിലയിൽ ആ ചൂട് മന്തി അങ്ങോട്ട് വരുത്തി കഴിക്കല്ലേ. ഇനി ഞങ്ങളുടെ നാട്ടിലാരും വീട് ഓപ്പണിംഗ് വെക്കില്ലെന്നാണ് തോന്നുന്നത്. ഇക്കാരണ മുതലാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സ്പോൺസർ ചെയ്തത്. അതിന്റേതായ ഒരു ജാടി ആ മുഖത്ത് കാണില്ല. ഞങ്ങളുടെ നാട്ടിലെ പ്രേമരാജ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ സുധിയേട്ടൻ ആള് കഴിച്ച എല്ലുകളൊക്കെ എടുത്തിട്ട് ഞാനാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി വന്ന റൈസും അതിന്റെ എല്ലുകളൊക്കെ കൂടിയിട്ട് നാട്ടിലെ പട്ടികൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.